നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആരുടെ കാര്യം അമ്മ പറയുന്നേ? അശ്വതി, രണ്ടാളിന്റെ ഒത്തുകളി ഇന്ന് ഞാൻ അവസാനിപ്പിക്കും. എന്റെ കുടുംബം തകർക്കാൻ ഇനി ഞാൻ ആരെ സമ്മതിക്കില്ല. അശ്വതി വിളിക്കാൻ. ഞാൻ പറഞ്ഞില്ലേ വസു ഇപ്പൊ എത്തുമെന്ന്. കണ്ടോ, കൃത്യസമയത്ത് തന്നെ വസു എത്തി. വസു ഞങ്ങളെല്ലാം ഒരുമിച്ച് ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്തിരുന്നതാണ്. അപ്പോ ഓഫീസിൽ വസുവിന് ഒരു അത്യാവശ്യം, അങ്ങനെ പോകേണ്ടി വന്നതാണ്. ഞാൻ ഫോൺ ചെയ്തപ്പോ വസു പറഞ്ഞു, നിങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പൊയ്ക്കോ, ഞാൻ കൃത്യസമയത്ത് എത്തിക്കോളാമെന്ന്. ഇപ്പൊ ആളെത്തുകയും ചെയ്തു. അതിന് ഞാൻ ഒന്നും പറയണ്ട, എല്ലാം പ്ലാൻ ചെയ്ത് താനല്ലേ. അത് നന്നായെന്നേ. നമ്മൾ എല്ലാരും കൂടെ വന്നത് അഖിക്ക് ശ്യാമയ്ക്ക് എത്രമാത്രം സന്തോഷമായിരുന്നു. കേട്ടോ അഖി, നിങ്ങളുടെ രണ്ടാളുടെയും വിവാഹ വാർഷികം നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ ആഘോഷിക്കണമെന്നും അതിന് നമ്മളെല്ലാവരും കൂടി നേരിട്ട് ഇവിടെ വന്ന് നിങ്ങളെ ക്ഷണിക്കണമെന്നും എന്നോട് പ്രത്യേകം ആവശ്യപ്പെട്ടത് നിന്റെ അമ്മ തന്നെയാ, അല്ലേ വസു? മടിക്കണ്ട, താൻ തന്നെ നേരിട്ട് അവരെ ഫംഗ്ഷന് ക്ഷണിക്കേ. തന്റെ ആഗ്രഹമല്ലേ, ക്ഷണിക്കുന്നേ. ക്ഷണിക്കടോ. അത് വെഡിങ് ആനിവേഴ്സറിയാ. രണ്ടാളും വന്നേക്കണം. വസുവിന്റെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടന്നു. ഞാൻ പറഞ്ഞില്ലേ എല്ലാരും കൂടി ഇവിടെ വന്ന് നിങ്ങൾ രണ്ടാളെയും ക്ഷണിക്കുമെന്ന്. ഇപ്പോ അമ്മ രണ്ടാളെയും ക്ഷണിച്ചിരിക്കുക. ഇനി രണ്ടാൾക്കും വരാൻ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പോ നമ്മളെല്ലാവരും കൂടി അഖിയുടെയും ശ്യാമയുടെയും വെഡിങ് ആനിവേഴ്സറി ഗംഭീരമാക്കുന്നു. അതെ, എനിക്ക് വീടിനൊക്കെ ഒന്ന് കാണണമെന്ന് പറ. എന്താ അമ്മയ്ക്ക് ഈ വീടിനകൊക്കെ ഒന്ന് കാണണമെന്ന്. വീണ്ടും നീ എന്നെ വിട്ടിയാക്കിയല്ലേ? ഇതിവിടം കൊണ്ട് തീരില്ല.
താമസിയാതെ രണ്ടിനെയും പൂട്ടി ഞാൻ. വാ. ദൈവമേ, കൃഷ്ണ. ഹലോ അശ്വതേച്ചി, രണ്ടുപേരും വീട്ടിലെത്തിയോ? ഇല്ല ശ്യാമേ, തക്ക സമയത്ത് ശ്യാമേനെ രക്ഷിച്ചു. വലിയൊരു ദുരന്തം ഒഴിവായി. ഇതിനൊക്കെ ശ്യാമയോട് എങ്ങനെയാ നന്ദി പറയേണ്ടെന്നറിയില്ല. നന്ദി പറയേണ്ടത് എന്നോടല്ലേ ചേച്ചി, സാക്ഷാൽ കണ്ണനോടാ. കുറച്ചു മുമ്പ് ചേച്ചി ഇവിടെ നിന്ന് പോയില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പിടിക്കപ്പെട്ടേനെ. ഞാൻ പിന്നെ വിളിക്കാം. വസുന്ധരാമ എല്ലാവരും പുറപ്പെടാൻ വേണ്ടി തുടങ്ങുക. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി ശ്യാമേ. ശരി. വാ മോളെ. എന്റെ കൃഷ്ണ, നീ അശ്വതേച്ചി എന്നെ രക്ഷിച്ചത്. എന്നാലും ഇന്നും അവള് രക്ഷപ്പെട്ടു. വല്ലാത്ത കഷ്ടമായിപ്പോയി. ശ്യാമ മനഃപൂർവ്വം അവളെ എല്ലാവരിൽ നിന്നും ഒളിപ്പിച്ചതാ. അത്ര തന്ത്രപരമായിട്ടാണ് ശ്യാമ ഇത് ചെയ്തതെങ്കിൽ അവൾക്ക് എന്തോ വലിയൊരു ലക്ഷ്യമുണ്ട്. എല്ലാത്തിനും ചരട് വലിക്കുന്നത് ശ്യാമയാണെന്ന് ഇപ്പറിന് ബോധ്യായില്ലേ? ഇക്കാര്യം അമ്മ പലതവണ പറഞ്ഞതാ. എല്ലാവരും അമ്മ ഒറ്റപ്പെടുത്തി. അമ്മ ഭയക്കുന്നത് പോലെ തന്നെ സംഭവിക്കും. അവളും ആ ശ്യാമയും ചേർന്ന് ആദിയേട്ടന്റെയും അമൃതേടത്തിയുടെയും ജീവിതം തകർക്കും. അതിനു മുമ്പേ ഈ കള്ളക്കളി ഞാൻ അവസാനിപ്പിക്കും. ഉം. ആദ്യേട്ടനെ ഞാനൊന്ന് കാണട്ടെ. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഏട്ടനെ കൊണ്ട് ഞാനൊന്ന് സത്യം പറയിപ്പിക്കും. അവളുടെ വീട്ടിലേക്ക് ആദ്യേട്ടനെയും കൊണ്ടുപോകും. പിന്നെ എല്ലാത്തിനും അവസാനമാണ്. എവിടേക്കാ? ഞാൻ പറഞ്ഞില്ലേ, ഏട്ടനോട് സംസാരിക്കാൻ, അവളുടെ മുമ്പിൽ വെച്ച് സത്യം പറയിക്കാൻ. വേണ്ട, ഇപ്പൊ വേണ്ട. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ആദ്യേട്ടൻ സത്യം പറയില്ല. വെറുതെ നിങ്ങൾ തമ്മിൽ പ്രശ്നമാവും, അല്ലാതെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഐശ്വര്യ പറയുന്നേ? കുറച്ചുകൂടെ ക്ഷമിക്കുക. നമ്മുടെ കൺമുമ്പിൽ തന്നെ അവൾ വീണ്ടും വന്നു പെടും. കയ്യോടെ പിടിക്കാം, സത്യം തെളിയിക്കാം. അതാ ബുദ്ധി. ആ, കുറച്ചുകൂടി ക്ഷമിക്കാം. പക്ഷെ അവളെ, ആദ്യേട്ടന്റെ ജീവിതം തകർക്കാൻ ഒരുങ്ങുന്ന അവളെ കണ്ടുകിട്ടുന്ന അന്ന് ഈ അരുൺ ആരാന്ന് അവളും ആദ്യേട്ടനും അറിയും. ഐശ്വര്യ നോക്കിക്കോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.